നമസ്കാരം. വാദ്യകലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദിനേശ് മോഹൻ. ഇന്നത്തെ വീഡിയോയിൽ ചെണ്ട പഠിക്കുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനമായിട്ടുള്ള ഒരു 4 പാടക്കൈകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഏകദേശമുള്ളവർക്കൊക്കെ അറിയാമെങ്കിലും അത് പുതുതായി പഠിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന പാടക്കൈകളാണ് 4. അതുകൊണ്ട് തന്നെ ഈ 4 പാടക്കൈകളും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ല കൈ വഴക്കം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാടക്കൈകൾ എന്തെന്നാൽ ഒന്ന് തക്കിട്ട, തരികിട, ഇടം തക്കിട്ട, വലം തക്കിട്ട, ഇങ്ങനെ 4 പാടക്കൈകളാണ് ചെണ്ടയിൽ പ്രധാനമായിട്ടും എല്ലാവരും സാധകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. തക്കിട്ട 2 കോലിലാണ് നമ്മൾ സാധാരണയായിട്ടും കൊട്ടാറുള്ളത്. അത് ഞാനൊന്നിവിടെ കൊട്ടി കാണിക്കാം. സാധകം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, തക്കിട്ട ആദ്യത്തെ കാലം കൊട്ടിക്കഴിഞ്ഞാൽ 2ാം കാലം 3ാം കാലം, അതുപോലെ തന്നെ 3ാം കാലത്തു നിന്ന് 2ാം കാലം തിരിച്ചു വീണ്ടും 1ാം കാലത്തിലോട്ട് നമുക്ക് കൊട്ടേണ്ട രീതിയിലാണ് സാധകം ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഞാനിവിടെ കൊട്ടിയത് തക്കിട്ടയുടെ 1, 2, 3 കാലങ്ങളും അതിനുശേഷം 3, 2, 1 ആണ് ഇവിടെ കൊട്ടിയത്. അതുപോലെ തന്നെ തരികിടയിലും, തരികിട നമ്മൾ കൊട്ടുന്നത് 4 അക്ഷരമുള്ള പാടക്കൈയാണ്. തരികിട നമ്മൾ കൊട്ടുമ്പോൾ ഒരു കോലും ഒരു കയ്യിൽ കൊട്ടുന്നതാണ് കുറച്ചുകൂടെ ഫലപ്രദമാവുക. തരികിട പ്രാക്ടീസ് ചെയ്യാറ്, സാധകം ചെയ്യാറ്. ഇതേ രീതി തന്നെയാണ് നമ്മൾ തക്കിട്ടെ കൊട്ടി പോലെ തന്നെയാണ് തരികിടയിലും ഫോളോ ചെയ്യേണ്ടത്. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇടം തക്കിട്ടയാണ്. ഇടം തക്കിട്ട നമ്മൾ കൊട്ടുന്നത് ഇടത്തെ കൈക്ക് പ്രാവീണ്യം നമുക്ക് കൂടുതലായിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇടം തക്കിട്ട ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു പാടകൈയാണ് വലം തക്കിട്ട. വലം തക്കിട്ട എന്ന് പറയുന്നത് വലത്തെ കൈ, നമുക്ക് വലത്തെ കൈയുടെ സ്വാധീനം കുറച്ച് കൂടുതലായി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് വലം തക്കിട്ട ഉപയോഗിക്കുന്നത്. വലം തക്കിട്ട 2 കോലിലും അതുപോലെ തന്നെ ഇടം തക്കിട്ട ഒരു കോലിലും ഒരു കയ്യിലാണ് കൊട്ടാറുള്ളത്. അപ്പോൾ ഇടം തക്കിട്ട ഞാൻ ആദ്യം കാണിക്കാം. അപ്പോൾ ഞാൻ അതൊന്ന് കുറച്ച് കാലം കയറ്റിയിട്ട് അതിൻ്റെ 1, 2, 3 ഈ കാലങ്ങൾ ഞാനിവിടെ കൊട്ടി കാണിക്കാം. ഇതാണ് ഇടം തക്കിട്ട. ഇങ്ങനെയാണ് കൊട്ടാറുള്ളത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കി നക്ക നക്ക് നക്ക് ഡക്ക് നക്ക് ന എന്നുള്ളത് കൊട്ടുമ്പോൾ കി എന്ന് പറയുന്നതിന്റെ സ്ഥാനം ഇടത്തെ കൈയില് തോംകാരമാണ് നമുക്ക് കീ ആയിട്ട് കൊടുക്കേണ്ടത്. അത് കീ. ബാക്കി എന്നുള്ളതൊക്കെ വക്കത്താണ്, തകാരമാണ് ഇടത്തെ കയ്യിൽ വരിക. പിന്നെ കി നക്ക കീന എന്ന് കഴിഞ്ഞാൽ കി ഡക്ക എന്നുള്ളതാണ് വരിക. അപ്പൊ അത് നടുക്കിലോട്ട് ഒരു തക്കിട്ട മാത്രം നടുക്കിലോട്ട് നമുക്ക് ആക്കിയിട്ട് വേണം അത് ഇടം തക്കിട്ട കൊട്ടുവാൻ വേണ്ടിയിട്ട്. അതൊന്നും കൂടെ ഞാൻ വളരെ പതുക്കെ കൊട്ടി കാണിക്കാം.
ഇങ്ങനെയാണ് എടന്തക്കിട്ട നമ്മൾ കൊട്ടാറുള്ളത്, സാധകം ചെയ്യാറുള്ളത്. ഇതിൽ എന്തെങ്കിലും സംശയം വരികയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഇതിൽ എൻ്റെ നമ്പർ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ നമുക്ക് വലന്തക്കിട്ട വരുന്നത് 2 കോലിലാണ് കൊട്ടേണ്ടത്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലന്തക്കിട്ട കൊട്ടേണ്ട രീതി ഒന്ന് ഞാനിവിടെ കാണിച്ചു തരാം. എന്നിങ്ങനെയാണ് നമ്മൾ വലന്തക്കിട്ട കൊട്ടാറുള്ളത്. അതിന്റെ വായ്ത്താരി എന്ന് പറയുന്നത് ഡ നന്നക്കെ നന്നക്ക നക്ക ഡ ഡ ക ഡ ഡ ക ഡ നന്നക്കെ നന്നക്ക നക്ക ഡ ഡ ക ഡ ഡ ക എന്നുള്ളതാണ് അത് നമുക്ക് കൊട്ടാറുള്ളത്, അതിന്റെ വായ്ത്താരിയായിട്ട് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ പതുക്കെ ഇതിന്റെ കൊട്ടുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരടി 2 തക്കിട്ട, പിന്നെ 2 അടി 2 തക്കിട്ട. 2 തക്കിട്ടകളുടെ ഇടയിൽ ആദ്യം ഒരടി വെച്ച് കൊട്ടുന്നു, പിന്നെ അതിനുശേഷം ഡ ക കൊട്ടിയതിനു ശേഷം 2 തക്കിട്ട കൊട്ടുന്നു. അപ്പൊ ആദ്യം നടുക്കിൽ ഒരു അടിയും 2 തക്കിട്ട വക്കത്തും, രണ്ടാമത് ഡ ക കൊട്ടിയിട്ട് 2 തക്കിട്ട നടുക്കിലും എന്നുള്ളതാണ് അത് കൊട്ടേണ്ട രീതി എന്ന് പറയുന്നത്. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ അത് വലന്തക്കിട്ട കൊട്ടി കാണിക്കാം. അപ്പോൾ 4 പാടക്കൈകളും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഈ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വാദ്യ വിഷയങ്ങൾ ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നത് കൂടെയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ചാനലിലൂടെ നൽകുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.